ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈസൂരത്തെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ മൈസൂർ പാലസൊക്കെയാണ് പോകുന്നത്. അതിൻ്റെ മെയിൻ ഗേറ്റ് കൂടെ കയറാൻ പറ്റത്തില്ല കേട്ടോ. രണ്ടാമത് വേറൊരു ഗേറ്റ് ഉണ്ട്, അതിലൂടെയാണ് പോകുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ്, ഈ കാണുന്നത് കണ്ടോ. ഇതാണ് മെയിൻ ഗേറ്റ്, ഇതിലാരും കടത്തി വിടൂല. അപ്പം നമ്മൾ സെക്കൻഡ് ഗേറ്റ് കൂടെയാണ് പോകുന്നത്. അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. പറ്റുന്നവരെന്തായാലും മൈസൂർക്ക് വരും, നല്ല വൈബായിട്ട് അവിടെ കാണാൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉള്ളിൽ നിന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ, പാലസിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ അവിടെ പുറത്ത് ചെരുപ്പൊക്കെ ഊരി വെക്കണം. ഇതിൽ ചെരുപ്പൊക്കെ ഊരി കൊടുക്കണം കേട്ടോ അവർക്ക്. എന്തൊരു തിരക്കറിയോ, കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. തിങ്ങിക്കൂടി കേട്ടോ പോകുന്ന ആൾക്കാരൊക്കെ. കുറേ ഫ്രണ്ട്സായിട്ട് വന്നവരും സ്കൂളിൽ നിന്ന് ടൂറ് വന്നവരും ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അത്ര തിരക്ക് കേട്ടോ. ഞങ്ങൾ ശനിയാഴ്ച കേട്ടോ പോയത് പാലസ് കാണാൻ. പിന്നെ ചുമരിലൊക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ഓരോ രാജാക്കന്മാരൊക്കെ ഫോട്ടോസൊക്കെ കേട്ടോ. അവരെ മക്കളതും ഒക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോസ് വരച്ചതാണ് ഇതൊക്കെ. പിന്നെ അവരെ ആഭരണ പെട്ടികൾ പല ഷേപ്പിലും പല മോഡലായിട്ടില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കിളിവാതിലിൻ്റെ അവിടെ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കാണാൻ പോയി. ഇതവരെ കസാരകളൊക്കെ കേട്ടോ ഒരു ഭാഗത്ത്. ഇതാണ് അതിൻ്റെ മുമ്പാകെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കാണാം കേട്ടോ. മൈസൂർക്ക് തീർച്ചയായും പോകാൻ പറ്റുന്നവർ, നല്ല രസമായിട്ടാണ് കാണാൻ. ഇനി ഇതിലൂടെ ഞങ്ങൾ മുമ്പക്ക് പോവുക കേട്ടോ. അവിടുന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം തിരിച്ച് റൂമിലേക്ക് പോവാൻ. കണ്ടോ നല്ല ഭംഗിയാണ്. കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കണ്ടോ അവിടെ ഇപ്പുറത്തൊക്കെ കാണാൻ ഫുള്ള് റോസാപ്പൂക്കളാണ്, പല കളറിലും ഒക്കെ ഉണ്ട് റോസാപ്പൂക്കൾ കേട്ടോ. വൈകുന്നേരം ചെല്ലണമെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിക്കും. പക്ഷെ ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ പാലസിൻ്റെ. ഇവിടെ പുറത്ത് നിന്ന് ഒക്കെ കാണാനേ പറ്റുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വൈകുന്നേരമായിരുന്നു, അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങുന്നുള്ളൂ. മുഴുവനായിട്ട് ഇടൂല കേട്ടോ, നല്ല ഇരുട്ടായിട്ടേ ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കണ്ടോ ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ ലൈറ്റ് ഇട്ടത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ റൂമിലേക്ക് കേട്ടോ പോകുന്നത്. കുറേ നടന്ന് ക്ഷീണിച്ച് ഇനി ഞങ്ങൾ ചർച്ച് കാണാനാണ് പോകുന്നത് കേട്ടോ. വലിയ ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ മേലെ കൂടെ പാലം മാതിരി പോകുന്നത് കണ്ടോ, അത് കനാലുകളാട്ടോ. ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ചർച്ചിൻ്റെ അവിടെ എത്തിയിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ചർച്ച് കണ്ടോ. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വന്നിട്ടോ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുർബാനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അവിടെ നിന്ന് പുറത്തുനിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാട്ടോ ഇനി പോകുന്നത്. അവിടുന്ന് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എന്താ അറിയില്ല, എന്നാലും ഞാൻ നോക്കട്ടോ എടുക്കാൻ പറ്റുമോയെന്ന്. ചിലപ്പോൾ എടുക്കാൻ പറ്റൂലായിരിക്കും. അവിടെ ഓൺലൈൻ വഴി ആട്ടോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്. ആ കാണുന്നതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പം അതിൻ്റെ ഉള്ളിൽ അവിടുത്തെ മാപ്പും കാര്യങ്ങളാട്ടോ, അത് എവിടേക്കല്ലതും എന്നൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അവിടെ പിക്കും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. കുറച്ച് ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.